ഹലോ, ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ ആരെങ്കിലും സിം സ്വാപ്പ് സ്കാം എന്നുള്ളതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒത്തിരി സ്കാംസ് ഇറങ്ങുന്നുണ്ട് ഇപ്പം. അത് പറഞ്ഞ് ബാങ്കിൽ നിന്ന് കോഡ് ചോദിച്ച് അത് ചോദിച്ച് ഇത് ചോദിച്ചൊക്കെ ആൾക്കാർ വിളിച്ച് നമ്മുടെ നെറ്റ്വർക്കും നമ്മുടെ പാസ്വേഡും നമ്മുടെ മണിയൊക്കെ ആൾക്കാർ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു റീസെൻ്റായിട്ട് വന്ന ഒരു റിയലി ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണെന്ന് പറയുന്ന ഒരു സ്കാമാണ് സിം സ്വാപ്പ് സ്കാം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ പേഴ്സൺ ഉണ്ട്. അവരുമായിട്ട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ആക്ച്വലി ഇത് കുറേ നാൾ മുമ്പൊക്കെ നടക്കുന്നതാണ്. എനിക്കറിയില്ല നാട്ടിൽ ഇത് ഫേമസ് ആയിട്ട് വരുന്നുണ്ടോ. അപ്പം ഞാനിത് അറിഞ്ഞപ്പോഴേക്കും കുറച്ച് റിസർച്ച് ഒന്ന് ചെയ്ത് നോക്കി. ടെക്നോളജി ആകുന്നതിനനുസരിച്ച് കള്ളന്മാരും അഡ്വാൻസ് അല്ലേ ആകുന്നത്. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ പറയാണ് സിം സ്വാപ്പ് സ്കാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാർ നമ്മുടെ ഫോണിലേക്ക് ഒരു ഫോൺ വിളിക്കും. അപ്പോൾ ഈ ഹാക്കേഴ്സ് എങ്ങനെയാണ് വിളിക്കുന്നതെന്നറിയാമോ? അവർ നമ്മുടെ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ നെറ്റ്വർക്ക് പ്രൊവൈഡറായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ വഡാഫോൺ, ഓപ്റ്റസ് അങ്ങനെയൊക്കെ ഉള്ള നെറ്റ്വർക്കിൻ്റെ ആളായിട്ടാണ്, അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് അവർ വിളിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് പണ്ടത്തെ പോലെ OTP ഒന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് നമ്മുടെ നെറ്റ്വർക്കിന്, നമ്മുടെ ഫോൺ നെറ്റ്വർക്കിന് അല്ലെങ്കിൽ വീട്ടിലെ ഇൻ്റർനെറ്റ് വർക്കിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ പ്രൊവൈഡർ അറിയാവുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം. അപ്പോൾ അവർ നമ്മുടെ നെറ്റ്വർക്കിന്, സാധാരണ എല്ലാ വീട്ടിലെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഒരു സ്പീഡില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. നമ്മളപ്പോഴേക്കും ഓക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ 1 പ്രസ് ചെയ്യാൻ പറയും. അപ്പോൾ 1 പ്രസ് ചെയ്യാൻ പറയുമ്പോഴേക്കും ഓക്കെ, ഒരു 1 എന്നല്ലേ പ്രസ് ചെയ്യുന്നുള്ളൂ നമ്മൾ, അത് വിചാരിച്ച് നമ്മൾ 1 പ്രസ് ചെയ്യും. അപ്പോൾ 1 പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഫോണിലുണ്ടായിരുന്ന സിമ്മ് കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പോൾ ട്രാൻസ്ഫർ ആകുമ്പോൾ യൂഷ്വലി നമ്മുടെ സിമ്മാണല്ലോ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഫോണിലെ ഇപ്പോൾ എല്ലാ ബാങ്കിങ്ങും എല്ലാവരുടെയും ഇതിലേക്ക് ലിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് OTP അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും കിട്ടാതെ അവർക്ക് ഡയറക്റ്റ് ഫോൺ ട്രാൻസ്ഫർ, അതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ, മണി ട്രാൻസ്ഫർ എല്ലാം ചെയ്യാം. നമ്മുടെ പാസ്വേഡ്, യൂസർ നെയിം എല്ലാം അവർക്ക് കംപ്ലീറ്റ്ലി ഫോണിലുള്ളത് മൊത്തം അവർ ഹാക്ക് ചെയ്യുന്നു. അതാണ് ഒരു ലേറ്റസ്റ്റ് ഹാക്കിംഗ് സ്കാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ ആൾക്കാരുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക, വിജിലൻ്റ് ആയിട്ടിരിക്കുക, ഷെയർ ചെയ്യുക. ഒരു ചെറിയൊരു വീഡിയോ ഒരാൾക്കെങ്കിലും ഹെൽപ്പായെങ്കിലോ. അപ്പോൾ ഓസ്ട്രേലിയയിൽ 2024 ഏപ്രിലിൽ നടന്ന ഒരു സ്കാമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ലീഡ് ചെയ്ത് പോയത് ഒരു ജയിലിലേക്കാണ്. അപ്പം ഒരു ഫേമസ് മീഡിയ, ഞാൻ അതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്ത, അയാളുടെ റിപ്പോർട്ടെല്ലാം യൂട്യൂബിലൊക്കെ ഉണ്ട്. ആ റിപ്പോർട്ടേഴ്സ് പറയുന്നത് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ചെന്നപ്പോൾ ജയിലിലുണ്ടായിരുന്ന ആ ക്രിമിനലിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് അയാളാണ് ഡിസ്ക്ലോസ് ചെയ്തത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ ഭയങ്കര ന്യൂസായിട്ട് എല്ലായിടത്തും യൂട്യൂബിലും അവരവരൊക്കെ എല്ലായിടത്തും ഈ അലേർട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചു നിങ്ങളുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന്. ബി സേഫ്, സ്മാർട്ട് ആൻഡ് അലേർട്ട് യുവർ ലവ്ഡ് വൺ. താങ്ക് യു. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.